ഈ കാണുന്ന കോട്ടേജും അതിന് ചുറ്റുള്ള വ്യൂസൊക്കെ നമ്മുടെ റിസോർട്ടിൽ നിന്ന് കാണുന്നതാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ പ്രത്യേകിച്ച് രാവിലെ നല്ല തണുപ്പൊക്കെ ഉള്ള സമയത്ത് നോക്കുമ്പോൾ നമ്മളേതോ വെസ്റ്റേൺ കൺട്രീസിലാണോ എന്ന് തോന്നിപ്പോവും. അത്രക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു, February 17th. അതുകൊണ്ട് എല്ലാവരും കൂടി സർപ്രൈസായിട്ട് കുറേ കാട്ടുപൂക്കൾ പറിച്ചു തന്നിട്ടുണ്ട്. അത് ഞങ്ങൾ വീട്ടിലേക്ക് നടാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ യുക്കുവിൻ്റെ വകയായിട്ട് ഹാപ്പി ആനിവേഴ്സറി എന്ന് എഴുതിയിട്ട് അവൾ രാവിലെ പറയുന്നുണ്ടായിരുന്നു ഒരു ബുക്കും പേപ്പറും കളറൊക്കെ വേണം ഞങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവസാനം അവളത് എഴുതിയിട്ട് തന്നു. അത് ഭയങ്കര സന്തോഷമായി. പിന്നെ എല്ലാവരും കൂടി അതിൽ ചിത്രം വരക്കലും, അതിലല്ല വേറെ പേജുകളിൽ ചിത്രം വരക്കലും എഴുത്തൊക്കെയായി നേരം കൂടി. ഇന്ന് നമ്മുടെ കുറച്ച് ഡെസ്റ്റിനേഷൻസ് എന്ന് പറയുന്ന വട്ടവട, പിന്നെ മൂന്നാറിലുള്ള കുറച്ച് കൃഷിയിടങ്ങൾ കാണുക, എക്കോ പോയിൻ്റ്, പിന്നെ ഒരു ബോട്ടിങ്, അങ്ങനെയൊക്കെയായിരുന്നു പ്ലാന്. പെരിയാറിലുള്ള ബോട്ടിങ്ങിലേക്ക് പോകുന്ന എൻട്രൻസിൻ്റെ അവിടെയുള്ള കച്ചവടക്കാരാണ് ടൂറിസ്റ്റുകളെ കൊണ്ടുള്ള പലതരം സാധനങ്ങൾ അവിടെ വിൽക്കുന്നുണ്ട്. ഭയങ്കര കോസ്റ്റ്ലിയാണ്, അതേസമയം കാണുമ്പോൾ ആർക്കായാലും വാങ്ങിപ്പോകും. ഇപ്പം നമ്മൾ പോകുന്നത് മാട്ടുപ്പെട്ടി ഡാമിൻ്റെ സമീപത്തൂടെയാണ്. ഇടുക്കിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒറ്റ ഷോട്ടിൽ തന്നെ പല ഫ്രെയിമുകൾ കിട്ടും എന്നാണ്. മല, പുഴ, കാട്, തോട്ടം, അങ്ങനെ പല രീതിയിൽ നമുക്ക് ഇടുക്കിയിൽ കാണാം. അതൊരു ഭയങ്കര ഫീൽ തന്നെയാണ്. അതോടൊപ്പം ഇങ്ങനെ കുരങ്ങന്മാർ, മാന്, അങ്ങനെയുള്ള ചെറിയ മൃഗങ്ങളൊക്കെ വരുന്നതൊക്കെ ഭയങ്കര രസമാണ്. പിന്നെ ഉച്ച സമയമാണെങ്കിൽ കൂടി ഇവിടെ നല്ല തണുപ്പാണ്. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വട്ടവട ഗ്രാമപഞ്ചായത്തിലൂടെയാണ്. ഇതിനടുത്താണ് ഷോല നാഷണൽ പാർക്ക്. അവിടെ ചെക്കിങ്ങൊക്കെ ഉണ്ട്. ചെക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് വേണം പോകാൻ. ചെക്ക് പോസ്റ്റ് കടന്ന് പോകുമ്പം വണ്ടി എവിടെയും നിർത്താൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് ഫൈൻ അടിക്കും, പെറ്റി അടിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവിടെ എവിടെയൊക്കെ ആയിട്ട് ക്യാമറ വെച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 1-2 സ്ഥലത്ത് ആദ്യം തന്നെ ഞാൻ കണ്ടു, പിന്നെയുള്ള സ്ഥലങ്ങളൊന്നും കണ്ടിട്ടില്ല. പിന്നെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് തന്നെ പല റിസോർട്ടുകളും കണ്ടു. അപ്പം ഇത് പോസിബിൾ ആണോ എന്നറിയില്ല, ഇനി അതിൻ്റെ ലിമിറ്റ് കഴിഞ്ഞോ എന്നും അറിയില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ കാട് കാണുന്നുണ്ട്, പുൽമേടുകൾ കാണുന്നുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ലാൻഡ്സ്കേപ്പുകൾ ഇതിൻ്റെ ഉള്ളിൽ കാണുന്നുണ്ട്. ഈ മരങ്ങൾ ഇങ്ങനെ സ്കെയിൽ വെച്ച് നിൽക്കുന്നത് പോലെയുള്ള കാണാൻ ഭയങ്കര രസമായിട്ടുണ്ട്. 2 സൈഡിലും അങ്ങനെ മരങ്ങൾ വരുമ്പോൾ നമ്മളേതോ മായിക ലോകത്തെത്തുന്ന പോലെയുണ്ട്. അതോടൊപ്പം നമ്മുടെ വണ്ടിയിൽ വെച്ച പാട്ടുകളും അതിന് ചേരുന്ന പാട്ടുകളായിരുന്നു. ഇങ്ങനെ മരങ്ങൾക്കിടയിലുള്ള റോഡ് കിട്ടാൻ ഞാൻ കുറേ കഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ യുക്കുവിൻ്റെ മടിയിലുള്ളതുകൊണ്ട് എനിക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റിയില്ല. അവസാനം കുണ്ടുവാണ് എടുത്തു തന്നത്. ഈ ഭാഗങ്ങളിലൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ ഏതോ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിൽ എത്തിയോ എന്ന് തോന്നും. അതായത് എനിക്ക് തോന്നുന്നു ഇടുക്കിയുടെ പ്രത്യേകത തോന്നുന്നത് പല ലാൻഡ്സ്കേപ്പുകളും മാറി മറിയുന്നതിനനുസരിച്ചിട്ട് ഇന്ത്യയിലുള്ള പല സ്ഥലങ്ങളിൽ, മറ്റ് സ്ഥലങ്ങളിൽ, ലോകത്തെവിടെയുള്ള മറ്റ് സ്ഥലങ്ങളുമായിട്ട് ഒരു സിമിലാരിറ്റി നമുക്ക് തോന്നുന്നുള്ളതാണ് ഇടുക്കിയുടെ ഒരു സ്പെഷ്യാലിറ്റി, ഇടുക്കിനെ കൂടുതൽ ബ്യൂട്ടിഫുൾ ആക്കുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മാട്ടുപ്പെട്ടി എത്താറായിട്ടുണ്ട്. ഇത് ദേവികുളം താലൂക്കിൻ്റെ പരിധിയിലാണ് ഈ സ്ഥലം വരുന്നത്. അവിടെ നിന്ന് എല്ലാവരും സ്നാക്സും ലൈം ടീയും ഒക്കെ വാങ്ങിച്ചിട്ട് ഒന്ന് വാമപ്പായി. ഇനി നമ്മൾ നേരെ പോകുന്നത് ഊട്ടിപ്പൂ എന്ന് പറയുന്ന എവർലാസ്റ്റിംഗ് ഫ്ലവർ കാണാനാണ്. ഇതിനെ സ്ട്രോ ഫ്ലവർ എന്നും കൂടി പറയും. ഊട്ടിയിൽ പോയവർ ഈ ഫ്ലവർ കണ്ടിട്ടുണ്ടാവും. ഇത് കുറേ കാലം വാടാതെ നിൽക്കും എന്നാണ് പറയുന്നത്. നമ്മൾ വാനിൽ നിന്ന് ഇറങ്ങി ഒരു ജീപ്പ് പിടിച്ചിട്ടാണ് ഇത്തരം സ്ഥലങ്ങൾ കാണാൻ പോകുന്നത്. റോഡൊക്കെ ഭയങ്കര മോശമാണ്, അതുകൊണ്ട് ജീപ്പിൽ പോകുന്നതാണ് നല്ലത്. പലയിടങ്ങളിലും വണ്ടി നിർത്തി സൈറ്റ് സീയിങ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു, ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട്. ആ കാണുന്ന ഭാഗങ്ങളിലാണ് നായാട്ട് സിനിമയൊക്കെ ക്ലൈമാക്സ് ഒക്കെ ചിത്രീകരിച്ചത് എന്നാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞത്. ഇത് യുക്കു എടുത്ത വിഷ്വൽസാണ്. ലോക്കലായിട്ടുള്ള പേരക്കാന്ന് കണ്ടിട്ട് അവിടെയുള്ള ഒരു കടയിൽ നിന്ന് ഞാൻ വാങ്ങിയതാണ്. അപ്പോൾ അത് അവർ വേറെ എവിടെ നിന്നോ വാങ്ങിച്ചിട്ട് ഇവിടെ വെച്ചതാണ്.
തമിഴ്നാട്ടിലെ കടലാസുകൾ ഉണ്ടാക്കുന്ന മില്ലിലേക്ക് കൊടുത്തയക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ മരങ്ങൾ മുറിച്ച് വെച്ചിരിക്കുന്നത് എന്നാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞത്. ഇവിടെയും 1-2 ഇങ്ങനത്തെ മില്ലുകൾ ഉണ്ടായിരുന്നു പേപ്പർ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെന്തെല്ലോ പ്രശ്നങ്ങൾ കാരണം പൂട്ടിപ്പോയത് എന്നാണ് പറഞ്ഞത്. ഇനി പൂക്കൾ തേടിയുള്ള യാത്രയാണ്. ഇപ്പോൾ ഏകദേശം 2 മണിയൊക്കെ കഴിഞ്ഞു. എന്നാലും നല്ല തണുപ്പാണ്, നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഗ്രൂപ്പിലുള്ള 2 ആതിരമാർ ഒഴിച്ചിട്ട് ബാക്കിയുള്ള ലേഡീസും ഒക്കെ പൂക്കളെ ശേഖരിക്കേണ്ട തിരക്കിലാണ്. അവർക്ക് തകൃതിയായിട്ട് പൂക്കൾ കൊയ്യുന്നുണ്ട്. പൂക്കൾ വെച്ചിട്ടുള്ള ഫോട്ടോസൊക്കെ കഴിഞ്ഞപ്പോൾ പൂക്കളിലെല്ലാം പിള്ളേരുടെ കയ്യിലായി. കുട്ടാപ്പിക്ക് യുക്കുച്ചേച്ചിനെ ഭയങ്കര കാര്യമാണ്. പക്ഷേ യുക്കുച്ചേച്ചി കുട്ടാപ്പിനെ വലിയ മൈൻഡൊന്നും ആക്കുന്നില്ല. യുക്കുച്ചേച്ചിക്ക് വലിയ കാര്യം ഇവേനെയാണ്. ഇവിടെ സൂക്ഷിച്ചു നോക്കിയാൽ കാണും താഴ്വാരത്ത് ആടുകളെയും അവരെ മേയ്ക്കാനും വിറക് ശേഖരിക്കാനും ഒക്കെ വന്ന സ്ത്രീകളെയും കാണാം. നമ്മളാരും ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ചായയൊക്കെ കുടിച്ചതുകൊണ്ട് ആർക്കും വിശക്കുന്നില്ല. കുട്ടികൾക്കൊക്കെ പേരൊക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നീട് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ പോകുന്നത് വെള്ളച്ചാട്ടം കാണാനാണ്. അതൊരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള യാത്രയായിരുന്നു. അതിൻ്റെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം.